വിശുദ്ധ ദേവസഹായം പിള്ളയുടെ ഒരു ഷൈൻ ദേവാലയം തമിഴ്നാടിനുള്ളിൽ ഉണ്ട്. ആ ഒരു ദേവാലയത്തിന് മുൻഭാഗത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇടവകയിലെ സെന്റ് തോമസ് വാർഡുകളിൽ നിന്നുള്ള ഏതാനും ആളുകളെ കൂട്ടിക്കൊണ്ടാണ് ഈ ഒരു യാത്ര ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിലെ ഈ ഒരു ഷൈൻ ദേവാലയത്തിൽ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിമനോഹരമായ ഒരു ദേവാലയമാണ്. വിശുദ്ധ ദേവസഹായം പിള്ളയുടെ നാമധേയത്തിലുള്ള ഈ ഒരു ദേവാലയത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നത് ആധുനികതയെ വെല്ലുന്ന രീതിയിലുള്ള കലാവൈഭവങ്ങളാണ് എനിക്ക് ഈ ദേവാലയത്തിന്റെ ഏത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും കാണുവാൻ സാധിക്കുന്നത്. അത്രമാത്രം അതിമനോഹാരിത ഈ ഒരു ദേവാലയത്തിൽ എനിക്ക് കാണുവാൻ സാധിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു അത്ഭുത നീരുറവയുണ്ട്. ആ അത്ഭുത നീരുറവ പ്രത്യേകമായിട്ട് ഒരു കുരിശടി പോലെ പ്രത്യേകമായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. ഒരു കുരിശുപള്ളി പോലെ അത് പ്രത്യേകമായിട്ട് മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു. ആ കുരിശുപള്ളിയിലേക്കാണ് ഇപ്പോൾ ഞാൻ പ്രവേശിപ്പിക്കാൻ പോകുന്നത്. അതിന്റെ മുഖഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം ആളുകള് നേർച്ചയിടുവാൻ വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുവാനായിട്ടും ഒക്കെ ഈ ഒരു കുരിശുപള്ളിയിലേക്ക് ദേവസഹായം പിള്ളയുടെ ഈ ഒരു ഷൈൻ പള്ളിയിലേക്ക് എത്തിച്ചേരാറുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. ഇത്തരണത്തിലാണ് അകംഭാഗം പ്രത്യേകമായിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു സൈഡ് ഭാഗത്തായിട്ടാണ് ഈ ഒരു അത്ഭുത നീരുറവ എനിക്ക് കാണപ്പെടുന്നത്. ഏതായാലും എന്റെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന ധാരാളം ആളുകള് ഈ അത്ഭുത നീരുറവയിൽ നിന്ന് ദാഹമകറ്റുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നതും എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നല്ല ചൂടുള്ള സമയമാണ്. അവിടെ ഈ അത്ഭുത നീരുറവയിൽ നിന്നുള്ള നീരുറവ കൂടി ആയി കഴിയുമ്പോൾ ദാഹം പൂർണ്ണമായിട്ടും മാറുന്നു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നു എന്നുള്ള ചിന്ത കൂടി ഇവർ പങ്കുവയ്ക്കുകയാണ്. ഒരു പ്രത്യേക നിയോഗം വെച്ചാണ് ഇവർ ഈ ഒരു ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ചിരിക്കുന്നത്. ആ നിയോഗാർത്ഥം പ്രത്യേകമായിട്ട് അവർ പ്രാർത്ഥിക്കുകയായിരുന്നു. ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഈ ഒരു ഷൈൻ ദേവാലയത്തെ കുറിച്ചുള്ള ചിന്തകൾ പകർന്നു നൽകിയിരുന്നു. ഒപ്പം ഒരു പ്രത്യേക നിയോഗം നിങ്ങൾക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുവാനായി ഈ ഒരു ദേവാലയത്തിനുള്ളിൽ ഉണ്ടാവണം എന്നുള്ള കാര്യം കൂടി നിർദ്ദേശിക്കുകയുണ്ടായി. അതിൽ പ്രകാരമാണ് പ്രധാന ദേവാലയത്തിലും ഈ ദേവസഹായം പിള്ളയുടെ കുരിശടിയിലും കുരിശ് പള്ളിയിലും പ്രത്യേകമായിട്ട് ഓരോരുത്തരും പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുവാനുള്ള പ്രധാന കാരണം. ഇത്രമാത്രം ബൃഹത്തായ ഒരു കുരിശുപള്ളിയൊക്കെ അല്ലെങ്കിൽ ദേവാലയമൊക്കെ നമ്മുടെ കേരളക്കരയിലാണ് കണ്ടുകൊണ്ടിരുന്നത്. എന്ന തമിഴ്നാട്ടിൽ ഇത്ര മനോഹരമായ ദേവാലയം, കുരിശടിയും കുരിശുപള്ളിയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒത്തിരിയേറെ സന്തോഷവും ഒത്തിരിയേറെ അഭിമാനവുമാണ് തോന്നിയത്. കേരളക്കാരെ പോലെ തന്നെ, കേരള ക്രൈസ്തവരെ പോലെ തന്നെ ഇവർ ഒത്തിരിയേറെ വളച്ചൊരു പാതയിൽ മുന്നേറിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവരുടെ ഈ ദേവാലയവും ദേവാലയ പരിസരങ്ങളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറമേ നിന്ന് ഈ ഒരു ദേവാലയം ആകമാന വീക്ഷണം നടത്തുമ്പോൾ അതിമനോഹരമായിട്ടാണ് കാണപ്പെടുന്നത്. ദേവാലയത്തിനുള്ളിലേക്ക് എനിക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. ദേവാലയത്തിന്റെ ഉൾഭാഗത്തെ മുകൾ ഭാഗത്തെ ഒരു ചിത്രീകരണം കൂടി ഞാൻ നടത്തുകയാണ്. ഇത്തരണത്തിലാണ് ദേവാലയത്തിന്റെ ഷേപ്പ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. ബൃഹത്തായ ഒരു കെട്ടിട സമുച്ചയം, അത് പ്രത്യേകമായ രീതിയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതും ദേവസഹായം പിള്ളയുടെ തീർത്ഥാടന കേന്ദ്രം. മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത രീതിയിലുള്ള മനോഹാരിത ഈ ദേവാലയവും ദേവാലയ പരിസരത്തിനുമുണ്ട് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും ഇത് മനസ്സിലാക്കിയിട്ടാവാം അതിമനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു ദേവാലയത്തിന്റെ അൾത്താര് പോലും പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇമ വെട്ടാതെ നോക്കി നിന്നുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചിത്രീകരണം പോലും ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്.